ഹലോ, എല്ലാവർക്കും കേരള ഫുഡ് ഹട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. രാവിലെ ഒരു 6-6:15 ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ മമ്മി അവിടെ ഇടിയപ്പം തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കടല ഓൾറെഡി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രിക്ക്. പിന്നെ ഇവിടെ കോവയ്ക്കൊക്കെ അരിഞ്ഞ് മെഴുക്കുരുട്ടിക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസത്തെ മീൻ കറി ആട്ടോ. മീൻ ഏതെന്ന് പറയുന്ന തളയായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കുമ്പം ഇടിയപ്പത്തിന് തേങ്ങ ചിരണ്ടല്ലോ. അപ്പം ഞാൻ വീട്ടിലെ തേങ്ങ ചിരണ്ടുന്ന എപ്പോഴും. ഇന്ന് ഇടിയപ്പത്തിന് കറി കടലയാണ്. വീണ്ടും വീട്ടിൽ കടല കറി തുടങ്ങി. ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഇറച്ചിയൊക്കെ കൂട്ടിക്കഴിഞ്ഞ് മടുത്ത് ഞങ്ങൾ വീണ്ടും വെജിറ്റേറിയനിലോട്ടായിട്ടോ. അപ്പോൾ രാവിലെ ഇടിയപ്പം കടലയാട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. വീട്ടിൽ മുട്ടയൊക്കെ തീർന്നിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ മുട്ടക്കറി വെച്ചേനെ. പക്ഷേ എങ്കിൽ നമ്മുടെ കടല നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. മമ്മി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സാധാ മസാലയാണ്, വേറെ ഒരു തേങ്ങ അരച്ചതോ ഒന്നുമില്ല. മീറ്റ് മസാല കുറച്ച് ആഡ് ചെയ്യും, ബാക്കിയെല്ലാം നമ്മുടെ മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി അത്രയേ ഉള്ളൂ. മല്ലിപ്പൊടിയും ചിലപ്പോൾ ഇടാറില്ല. എന്നിട്ടും പോലും നല്ല ടേസ്റ്റാണ്. എനിക്കിപ്പോൾ സ്കൂളിൽ അവധിയായി കാരണം ഞാൻ ഇനി ഹസ്ബൻഡ് ലഞ്ച് എന്താണെന്ന് കാണിക്കാൻ പോവാം. അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മുമ്പേ തന്നെ ലഞ്ച് സെറ്റ് ചെയ്തേക്കാമെന്ന് ഓർത്തു. അപ്പം ലഞ്ച് ഓൾറെഡി പാക്ക് ചെയ്തു. രാവിലെ തന്നെ ചോറ്, അതിൻ്റെ കൂടെ കോവയ്ക്ക മെഴുക്കുരുട്ടിയാണ്. ഞങ്ങൾ കോവയ്ക്ക എങ്ങനെയും വെക്കും, പിന്നെ ചിലപ്പോൾ കിഴങ്ങും കൂടെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ കൂടെ നല്ല കുടംപുളിയൊക്കെ ഇട്ട് തള മീൻ കറിയാട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വെച്ചതാണ്. അപ്പം ഓരോ ദിവസം അതിൻ്റെ ടേസ്റ്റ് കൂടുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലോ. അപ്പം അങ്ങനെ മീൻ കറി, എന്നിട്ട് അതിൻ്റെ കൂടെ ചാറ് കറിയായിട്ട് മോരാട്ടോ. ഇത് തേങ്ങയൊക്കെ അരച്ച് മോര് കറിയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം 8 മണിയായിട്ടുണ്ട്. ഇടിയപ്പം വെച്ചു, എന്നിട്ട് അതിൻ്റെ കൂടെ നല്ല കടലക്കറി. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇതിന്. ഈ കറിയാണ് മമ്മി ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്കും കഴിച്ചു കേട്ടോ. മീൻ കറി ഉണ്ടായിട്ട് പോലും. എന്നിട്ട് കൂടെ ചായ, ഏത്തയ്ക്ക പുഴുങ്ങിയതുണ്ടായിരുന്നേ. ഇത് നല്ല നാടൻ ഏത്തയ്ക്കായ കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കൂടുതലും വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.